ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത 2001 ശേഷം CPM-ന്റെ സീറ്റ് ഇത്രയും കുറഞ്ഞിട്ടില്ല. 1977 ശേഷം ഒരിക്കലും UDF-ന് ഇത്ര സീറ്റ് കിട്ടിയിട്ടില്ല. 77-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അന്നാണ് 111 സീറ്റാണ് അന്ന് കരുണാകരൻ നേതൃത്വം നൽകുന്ന മുന്നണിക്ക് കിട്ടിയത്. അതിൽ CPM ഒക്കെ ഉണ്ട്. അന്ന് 27 സീറ്റാണ്, 29 സീറ്റാണ് പ്രതിപക്ഷത്തിന് കിട്ടിയത്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ അന്ന് പ്രധാനമായി CPM മാത്രമേ ഉള്ളൂ. മിക്കവാറും സീറ്റൊക്കെ CPM-ന്. ഏതാണ്ട് അതേ പരുവത്തിലേക്ക് CPM ഇപ്പോൾ എത്തിയിരിക്കുന്നു. CPI-യും കൂടിയിട്ടു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടിയന്തരമായി വിലയിരുത്തേണ്ടതല്ലേ? അതവർ ചെയ്യുമോ എന്നതാണ് പ്രധാന ചോദ്യം. ഈ ഭരണം, പ്രത്യേകിച്ചും പിണറായി വിജയന്റെ ഭരണം തുടങ്ങുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന കാലം മുഴുവൻ അവരുന്നയിച്ച പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നോ അത് എന്ന ചോദ്യം പലവട്ടം പലരും ആവർത്തിച്ചിട്ടുണ്ട്. എന്നെ പോലെയുള്ളവർ പിന്നെ വികസന വിരുദ്ധരും കുലംകുത്തികളും വർഗവഞ്ചകരും ഒക്കെ ആയിട്ട് കണക്കാക്കാം. കാരണം പിണറായിക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾ വർഗവഞ്ചകനാണ്, അത് ആര് പറഞ്ഞാലും അയാൾ വർഗവഞ്ചകനാണ്, അയാൾ ഇടതുപക്ഷ വിരുദ്ധനാണ്, അങ്ങനെ സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറയും. പാർട്ടിക്കകത്തു നിന്ന് തന്നെ ഏറ്റവും വലിയ പ്രതിഷേധമുണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും G സുധാകരനും ഐഷ പോറ്റിയും ഒക്കെ വിട്ടുപോയപ്പോൾ ഇവർ പറഞ്ഞെന്താ? ഇതിനു മുമ്പ് ഈ പാർട്ടിയിൽ നിന്ന് ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർ വിചാരിച്ചത് പാർട്ടി കമ്മിറ്റി എന്നാണ്. പണ്ട് വിജയമാഷ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഉണ്ടാവും പക്ഷെ കൂടെ ജനങ്ങൾ ഉണ്ടാവില്ല എന്നൊരു കമന്റ് വളരെ കൃത്യമാണ്. പാർട്ടി ഉണ്ടാവും പക്ഷെ കൂടെ ജനങ്ങൾ ഉണ്ടാവില്ല. ജനങ്ങൾ കാലിനടിയിൽ നിന്നും മണ്ണ് കടലിലെ തിര കൊണ്ടുപോകുന്നതിനേക്കാൾ വേഗത്തിൽ കൊണ്ടുപോയ കാര്യം ഈ പാർട്ടിക്ക് എന്താണ് അറിയാൻ കഴിയാതിരുന്നത്? ഇത്ര ജനങ്ങളുമായി ബന്ധമുള്ള, ലെനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്തിൽ മത്സ്യം പോലെ ജീവിക്കുന്ന ആളുകളാണെന്നല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് പറയുക. ഏറ്റവും പ്രധാന ഉദാഹരണം കണ്ണൂർ ജില്ലയാണ്. പാർട്ടിയുടെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ പാർട്ടിയുടെ തലസ്ഥാനം വേണമെങ്കിൽ കണ്ണൂർ ജില്ല എന്ന് പറയാം. മറ്റു ജില്ലകൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. കണ്ണൂർ ജില്ല എന്ന് പറയുന്ന തലസ്ഥാനം എല്ലാം കണ്ണൂർ ജില്ലയിൽ, മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി എല്ലാം കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നൊരു ജില്ല. ആ പാർട്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനമാണോ പ്രധാന അജണ്ടയെ എടുക്കേണ്ടത്? ഇടതുപക്ഷം വികസനമല്ല എടുക്കുക, രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം കൈകാര്യം ചെയ്യാത്തൊരു സർക്കാരായിരുന്നു അല്ലെങ്കിൽ പാർട്ടിയായിരുന്നു CPM ഇത്രയും കാലം. അതന്നെ അതിന്റെ പ്രശ്നവും. തെരഞ്ഞെടുപ്പ് പരാജയപ്പെടുമ്പോഴും രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ കഴിയും. ഇപ്പൊ എന്ത് രാഷ്ട്രീയം പറയാൻ കഴിയുക? ആകെയുള്ളത് ഇസ്ലാമോഫോബിയ രാഷ്ട്രീയം പറയാം. അത് ആരുടെ രാഷ്ട്രീയ? അതാണോ ഇനി പറയേണ്ടത്? അതിന്റെ കൂടെ തന്നെ SDPI-യും PDP-യും കൂടെ കൂടിയെന്നത് തങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളത് അറിയൂല. പറയുമ്പോൾ തന്നെ വൈരുദ്ധ്യം വളരെ ക്ലിയറാണ്. എങ്ങനെയാണ് ജനങ്ങളുമായി ബന്ധം നിലനിർത്തേണ്ടത്? രാഷ്ട്രീയം സംഘടനാ നേതൃത്വത്തിലെ ഒക്കെ ഉണ്ട്. പാർട്ടിയുടെ നയങ്ങൾ, നിലപാടുകൾ, പരിപാടികൾ അല്ലെങ്കിൽ അതിലെ പ്രവർത്തനങ്ങൾ, നേതാക്കളുടെ പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് ഒരു പ്രാവശ്യം പറയാനുള്ള അവസരം ഈ പാർട്ടിയിലുണ്ടോ? നമ്മൾ നിയമമൊക്കെ പറയും, ഞാൻ ഈ പാർട്ടിയിൽ 30 കൊല്ലം പ്രവർത്തിച്ചിട്ടുള്ളതാണ്, പക്ഷെ ഇപ്പോഴതുണ്ടോ? പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ട്? എന്താ പ്രത്യയശാസ്ത്രം? വികസനം എന്നാ പറയുന്നത്. വികസനം ഞങ്ങൾ കൊണ്ടുവരും, വികസനം കൊണ്ടുവരും എന്ന് പറയുന്ന ആരാത് പറയണേ? അപ്പൊ അതൊന്ന്. പാർട്ടി സംഘടന കുറച്ചാളുകളിലേക്ക് അവസാനം ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ച അവസ്ഥ വന്നു. ഇത് ബൂർഷ്വാ രാഷ്ട്രീയ കക്ഷിയുടെ രീതിയാണ്. മുമ്പ് ഒരിക്കലും പറഞ്ഞിട്ടുള്ളത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നശിക്കാനുള്ള ഏറ്റവും വലിയ വഴി എല്ലാ അധികാരങ്ങളും ഒരാളിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലിക്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആ ക്ലിക്കിലേക്ക് കൊണ്ടുവരികയും അതിന്റെ സ്തുതിപാഠകർ തിരുവാതിര കളിക്കുകയും പിണറായി മഹാനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ചുറ്റും നടക്കുന്നത് എന്നറിയാതെ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വം കൂടി വന്നാൽ എന്ത് സംഭവിക്കും എന്നതിന്റെ നല്ല ഉദാഹരണമാണ്. എന്താണ് കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചതെന്ന് മാത്രം നോക്കിയാൽ മതി. എന്താണ് ധർമ്മടത്ത്, പയ്യന്നൂര്, തളിപ്പറമ്പ്, അതുപോലെ പുറത്തു വന്നാൽ ആലപ്പുഴയും കൊട്ടാരക്കരയും ഒക്കെ സംഭവിച്ചത് എന്താണ് എന്ന് നമ്മൾ നോക്കണം. കണ്ണൂരിൽ കൃത്യമായും രക്തസാക്ഷി ഫണ്ട് തട്ടിച്ചു എന്നൊരു വിഷയം
കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണനെ വർഗശത്രുവായി പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത്. ഇത്രയും കൊല്ലം പാർട്ടിയുടെ കൂടെ നിന്ന് ഏരിയ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ഒരാളെ അപമാനിക്കുന്ന തരത്തിലല്ലേ പാർട്ടി പെരുമാറിയത്? പാർട്ടി നേതൃത്വം എന്താ അദ്ദേഹത്തോട് പറഞ്ഞത്? കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് പാർട്ടി രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് പണം വ്യക്തിപരമായി ഒരാൾ കൊണ്ടുപോയി, അതിന്റെ ഉത്തരവാദി ഇവിടെ നിലവിലുള്ള പയ്യന്നൂർ MLA TI മധുസൂദനനാണ്. ഇത് പറയുമ്പോൾ കുഞ്ഞികൃഷ്ണൻ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല നാളെ അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മധുസൂദനെ കുഞ്ഞികൃഷ്ണൻ തോൽപ്പിക്കുന്നു. കാരണം പാർട്ടിയുടെ ഒരു ഘടന അതാണ്, പാർട്ടി ഇതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അതുപോലെ ഗോവിന്ദൻ ഈ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്ന അടക്കമുള്ള വിഷയത്തിൽ 1 മണിക്കൂർ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ട ആളാണ് ഞാൻ. കൃത്യമായി പറഞ്ഞു, ഇത് തെറ്റാണ്. മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടേറിയറ്റ് ഒന്നും അംഗീകരിക്കാത്ത ഒരു പേരാണ് ശ്യാമളയുടേത്. അല്ലെങ്കിൽ മറ്റു പേരുകൾ ഉണ്ടായിരുന്നു. ശൈലജ ടീച്ചറെ പോലെ ഒരാളെ, അവിടെയാണ് ഏറ്റവും വലിയ ചതി. 2ാം പിണറായി സർക്കാർ വന്നപ്പോൾ തിരിഞ്ഞു ചോദിക്കാൻ കഴിയുന്ന എല്ലാവരെയും വെട്ടി. അത് ഐസക് ആവാം, ശൈലജ ടീച്ചറാവാം, അല്ലെങ്കിൽ AK ബാലനാവാം, സീനിയർ EP ജയരാജനെ പോലെയുള്ള ആളുകളെ ആവാം. എല്ലാവരെയും വെട്ടി തരം വരുത്തി. എന്നിട്ടോ തന്റെ ഏറാൻ മൂളികളായവരെ മാത്രം മന്ത്രിസഭയിലെടുത്തു. ഈ പരാജയത്തിന് ഒരു കാരണം ഉറപ്പായും ഏറ്റവും മോശപ്പെട്ട മന്ത്രിസഭയായിരുന്നു ഇത് എന്നുള്ളതാണ്. അതിനെ മറുപടി ജനം കൊടുത്തില്ലേ? CPMന്റെ മിക്കവാറും എല്ലാ മന്ത്രിമാരും തോറ്റില്ലേ? രക്ഷപ്പെട്ടത് കഷ്ടിച്ച് റിയാസും അതുപോലെ ബാലഗോപാലും സജി ചെറിയാനും. മഹാഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നാണ് ചെറിയ ഭൂരിപക്ഷത്തിൽ കടന്നത്. എന്തിന്? മുഖ്യമന്ത്രിയുടെ അവസ്ഥ തന്നെ എത്ര മോശമായിരുന്നു എന്ന് ആലോചിക്കൂ. 6 റൗണ്ട് വരെ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി പിന്നിലായിരുന്നു. ഭാഗ്യം കൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സ്ഥിതി ഉണ്ടായില്ല, തോറ്റില്ല എന്ന് മാത്രം. കഷ്ടിച്ച് കുറച്ച് വോട്ടിന് ജയിച്ചു. 50,000-ൽ മീതെ വോട്ടുണ്ടായിരുന്ന സ്ഥലം. 50,000 വോട്ടുള്ള സ്ഥലത്താണ് കുഞ്ഞികൃഷ്ണൻ ജയിച്ചത്. 27,000 വോട്ടുണ്ടായിരുന്ന സ്ഥലത്താണ് DK ഗോവിന്ദൻ ജയിക്കുന്നത്. പാർട്ടി 11,000 വോട്ടിന് കഴിഞ്ഞവണ് ജയിച്ച സ്ഥലത്താണ് ഇത്തവണ 15,000 16,000 വോട്ടിന് G സുധാകരൻ ജയിക്കുന്നത്. 44,000 വോട്ടിനും 30,000 വോട്ടിനും ജയിച്ച കൊട്ടാരക്കരയാണ് കഷ്ടിച്ച് 1000 വോട്ടിന് കടന്നുകൊടുത്തു. എന്ന് പറഞ്ഞാൽ ആരാ മാറി വോട്ട് ചെയ്തത്? വിദ്വേഷ വിദ്രോഹ വിധ്വംസക മറ്റേ ശങ്കരാടിയുടെ ഭാഷ പറഞ്ഞാൽ അന്തർധാരയൊന്നുമല്ല. ഇവിടെ ഒരു അന്തർധാരയുണ്ട്. അത് പാർട്ടിക്കകത്തുള്ള അന്തർധാരയാണ്. പാർട്ടിയാണ് അന്തർധാര. ആ അന്തർധാരയാണ് ഇത് പൊളിച്ചത്. പാർട്ടിക്കാർ പറഞ്ഞു തെറ്റാണ് സഖാവെ, മാറ്റുക. അതുകൊണ്ടാണ് TI മധുസൂദനൻ 50,000 വോട്ടിന് ജയിച്ച മധുസൂദനൻ 5,000-ഓളം വോട്ടിന് തോൽക്കുന്നത്. VK ശ്യാമള തോൽക്കുന്നത്, H സലാം തോൽക്കുന്നത്, ബാലഗോപാലൻ വെള്ളം കുടിക്കുന്നത്, പിണറായി തപ്പിപ്പിടിപ്പിടയുന്നത്. അതുകൊണ്ട് ഇത് പാർട്ടി ഘടനയിൽ, പാർട്ടിയുടെ മുദ്രാവാക്യത്തിൽ, പാർട്ടിയുടെ സമീപനങ്ങളിൽ ജനകീയമായ ഇടപെടൽ ഉണ്ടാവണം. വികസനം എന്ന് പറഞ്ഞാൽ പോരാ, രാഷ്ട്രീയം മുന്നോട്ട് വെക്കണം. രാഷ്ട്രീയം പറയാൻ പലപ്പോഴും CPMന് കഴിയാറില്ല. എന്തിനാ? മോഡിക്കെതിരായ ഒരു വാക്ക് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? ഇതുവരെ പറഞ്ഞിട്ടില്ല. കാരണം ചില സഹായം വേണം. പല കേസുകളിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ കുടുംബം വരെ ഇതിനെതിരെ വലിയ കൃത്യമായ ആരോപണം വരുമ്പോൾ അതിനെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് അതൊക്കെ വെറുതെ എന്ന് പറയാം. അപ്പൊ ഞാൻ ഇന്ന് ശ്രദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പ് പോലെ ഉണ്ട്. അത് മാത്യു കുഴൽനാടന്റെ വിജയമാണ്. 40,000-ൽ പരം വോട്ടിനാണ് മാത്യു കുഴൽനാടൻ ജയിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താ മാത്യു കുഴൽനാടന്റെ പ്രത്യേകത? പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിങ്ങൾ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ കുഴൽനാടൻ പാർട്ടിയുടെ CPMന്റെ എല്ലാ ശേഷി ഉപയോഗിച്ചിട്ട് 40,000 വോട്ടിന് മൂവാറ്റുപുഴന്ന് ജയിക്കുന്നത് പിണറായിയോട് മുഖത്ത് നോക്കി പറഞ്ഞ ആളെന്നുള്ള നിലയ്ക്കാണ്. KK രമ അതുപോലെയുള്ള ആളാണ്. അതുപോലെ ഒരുപാട് പേർ. ആ അർത്ഥത്തിൽ ഞാൻ ഉറപ്പായി പറയുന്നു, പാർട്ടി അതിൻ്റെ ഇന്നത്തെ രീതി തുടരുകയാണെങ്കിൽ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, ഞങ്ങൾ തിരുത്തുമെന്നൊന്നും വാചകടിച്ചിട്ട് കാര്യമില്ല. ഇത് ദയനീയമായ പരാജയമാണ്. തിരുത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതും കൂടി പോകും ബംഗാളിലേക്ക്. അധികം ദൂരമൊന്നുമില്ല കേരളത്തിൽ നിന്ന്.